ഇനി ആരെങ്കിലും ആക്രമിച്ചാൽ അമേരിക്ക ഇറങ്ങും. ഖത്തറിന്റെ സുരക്ഷ അമേരിക്ക ഉറപ്പു നൽകുന്ന സുപ്രധാന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഖത്തറിനെതിരായ ഏതൊരു ആക്രമണത്തെയും അമേരിക്കയുടെ സ്വന്തം സുരക്ഷാ ഭീഷണിയായി കണക്കാക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. നാറ്റോയിൽ അംഗമല്ലാത്ത ഒരു സഖ്യകക്ഷിക്ക് യുഎസ് നൽകുന്ന സുപ്രധാനമായ ഒരു ഉറപ്പാണിത്. നെതന്യാഹുവിനെ കൊണ്ട് മാപ്പ് പറയിക്കുന്നു. ഖത്തറിന്റെ സുരക്ഷ ഉറപ്പു നൽകുന്നു. ഖത്തറിന് ഇത്രയും പ്രാധാന്യം നൽകുന്നതിന് പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ ട്രംപിന്? നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ട്രംപ് എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ചത്. ഖത്തറിന്റെ പരമാധികാരത്തിനോ അടിസ്ഥാന സൗകര്യങ്ങൾക്കോ നേരെയുള്ള ഏതൊരു സായുധാക്രമണവും യുഎസിന് നേരെയുള്ള ഭീഷണിയായി കണക്കാക്കുമെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ട്രംപിന്റെ പുതിയ ഗസ സമാധാന പദ്ധതിക്ക് ഹമാസിന്റെ മറുപടി കാത്തിരിക്കുന്ന സമയത്തായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം. ഹമാസ് നേതാക്കളെയാണ് ലക്ഷ്യമിട്ടതെന്ന് ഇസ്രായേൽ ന്യായീകരിച്ചെങ്കിലും ആക്രമണത്തിൽ ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു. ഖത്തറിന്റെ സ്വയംഭരണത്തിന് തന്നെ ഭീഷണി ഉയർത്തി. ആക്രമണത്തിന് തൊട്ടുമുൻപ് ട്രംപിനെ വിവരമറിയിച്ചിരുന്നുവെന്ന് നെതന്യാഹു പറഞ്ഞെങ്കിലും മിസൈൽ അയച്ചതിന് ശേഷമാണ് കാര്യമറിഞ്ഞത് എന്നായിരുന്നു വൈറ്റ് ഹൌസിൽ നിന്നുള്ള വിശദീകരണം. പിന്നാലെ ഗസ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കുന്നതിൽ നിന്ന് ഖത്തർ പിന്മാറുകയും ചെയ്തു. ഇതിന് പിന്നാലെയായിരുന്നു നെതന്യാഹു വൈറ്റ് ഹൌസിലെത്തിയതും പ്രധാനമന്ത്രിയെ വിളിച്ച് മാപ്പു പറഞ്ഞതും. തുടർന്ന് സെപ്റ്റംബർ 29-ന് ഖത്തറിന്റെ സുരക്ഷ ഉറപ്പു നൽകുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവയ്ക്കുകയായിരുന്നു. ഖത്തറിനെ പ്രതിരോധിക്കാൻ നിയമപരവും ഉചിതവുമായ എല്ലാ നടപടികളും അമേരിക്ക സ്വീകരിക്കുമെന്ന് ആ ഉത്തരവിൽ പറയുന്നു. ഖത്തറിന്റെ പ്രദേശത്തിനോ പരമാധികാരത്തിനോ നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങൾക്കോ നേരെയുള്ള ഏതൊരു സായുധാക്രമണത്തെയും യുഎസിന്റെ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയായി കണക്കാക്കുമെന്നതാണ് പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്ന്. ആക്രമണമുണ്ടായാൽ അമേരിക്കയുടെയും ഖത്തറിന്റെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും സമാധാനവും സുസ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിനും നയതന്ത്രപരവും സാമ്പത്തികവും ആവശ്യമെങ്കിൽ സൈനികവുമായ നടപടികളും അമേരിക്ക സ്വീകരിക്കുമെന്നും ഉത്തരവിലുണ്ട്. ഖത്തറിനെതിരായ ഏതൊരു വിദേശാക്രമണത്തിനും വേഗത്തിലുള്ളതും ഏകോപിതവുമായ പ്രതികരണം ഉറപ്പാക്കുന്നതിന് യുഎസിന്റെ വാർ സെക്രട്ടറി, സ്റ്റേറ്റ് സെക്രട്ടറി, നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ എന്നിവർ ഖത്തറുമായി ചേർന്ന് സംയുക്ത പദ്ധതി നടപ്പാക്കണമെന്നതാണ് മറ്റൊരു നിർദ്ദേശം. സ്റ്റേറ്റ് സെക്രട്ടറി ഖത്തറിന് ഈ ഉറപ്പ് വീണ്ടും നൽകണം. തുടർന്ന് പരസ്പരം പിന്തുണ ഉറപ്പാക്കുന്നതിന് സഖ്യകക്ഷികളുമായും പങ്കാളികളുമായും ഏകോപനം നടത്തുകയും വേണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവിനെ ഖത്തർ സ്വാഗതം ചെയ്തു. ദോഹയും വാഷിംഗ്ടണും തമ്മിലുള്ള ശക്തവും ദീർഘകാലവുമായ ബന്ധത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് ഖത്തർ വിദേശകാര്യമന്ത്രി പ്രസ്താവനയിൽ അറിയിച്ചു. എങ്കിലും ട്രംപിന്റെ ഉത്തരവ് സംബന്ധിച്ച് ചില ചോദ്യങ്ങളും ഉയർന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ നിയമപരമായി ബാധ്യതയുള്ള കരാറുകൾ അല്ലെങ്കിൽ ഉടമ്പടികൾ യുഎസ് സെനറ്റിന്റെ അംഗീകാരം നേടേണ്ടതുണ്ട്. എന്നിരുന്നാലും 2015 ഇറാനുമായുള്ള ആണവ കരാറിൽ ഒബാമ ചെയ്തതുപോലെ സെനറ്റിന്റെ അംഗീകാരമില്ലാതെ പ്രസിഡന്റുമാർ അന്താരാഷ്ട്ര കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ആത്യന്തികമായി സൈനിക നടപടിയെടുക്കാനുള്ള തീരുമാനം പ്രസിഡന്റിന്റെ കൈകളിലാണ്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലൊന്നായ അൽ ഉദൈദ് വ്യോമതാവളം ഖത്തറിലാണ്. ഖത്തർ വർഷങ്ങളായി യുഎസിന്റെ ഒരു പ്രധാന സൈനിക പങ്കാളി കൂടിയാണ്. 2022-ൽ ബൈഡൻ ഭരണകൂടം ഖത്തറിനെ നാറ്റോ ഇതര പ്രധാന സഖ്യകക്ഷിയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. എന്തുകൊണ്ടും ട്രംപിന്റെ ഈ ഉത്തരവ് ഖത്തറിന് ഒരു സുപ്രധാന നേട്ടം തന്നെയെന്നാണ് വിലയിരുത്തൽ. പക്ഷേ ഇസ്രായേലുമായുള്ള യുഎസ് ബന്ധത്തെ സങ്കീർണമാക്കിയേക്കാം എന്ന സംശയവും ഉയർന്നിട്ടുണ്ട്.